ഏവർക്കും സ്വാഗതം, വണക്കം, വെൽക്കം. ഇന്ന് യേശുവിൻ്റെ പ്രസ്താവനകളിലെ വൈരുദ്ധ്യാത്മകത അല്പം പരിഗണിക്കുകയും ആ വൈരുദ്ധ്യാത്മകതയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രദ്ധേയമായ ആത്മീയ ലക്ഷ്യത്തെ ഒരേ ഒരു ഉദാഹരണത്തിൻ്റെ പ്രാബല്യത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ് നമ്മുടെ ലക്ഷ്യം. മനുഷ്യരുടെ സാധാരണ അവസ്ഥയിൽ വൈരുദ്ധ്യങ്ങൾ, കോൺട്രഡിക്ഷൻസ്, അത് അസ്വീകാര്യമായ അല്ലെങ്കിൽ അനലഭഷണീയമായ അല്ലെങ്കിൽ കൊള്ളരുതാത്ത ഒരു അവസ്ഥയായിട്ടാണ് ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണമായിട്ട്, നാം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനോടനുബന്ധമായ കാര്യങ്ങൾ മാത്രമേ പിന്നെ മുൻപോട്ട് പറയാവൂ. അതിൽ നിന്ന് വ്യത്യസ്തമായ, പ്രത്യേകിച്ച് അതിൽ നിന്ന് വിപരീതമായ ഒരു സാധ്യതയെ പിന്നെ പരിഗണിക്കരുത് എന്ന വിധത്തിലുള്ള പരിശീലനമാണ് നമ്മുടെ ബുദ്ധിക്ക് ചെറുപ്പം മുതലേ ലഭിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ നമ്മുടെ കഴിവുകൾ വളരെ പരിമിതമാണ്. അനുഭവത്തിൽ കൂടെയും വായനയിൽ കൂടെയും അന്വേഷണത്തിൽ കൂടെയും എനിക്ക് നന്നേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ശ്രദ്ധേയമായ ജീവിത യാഥാർത്ഥ്യം, മനുഷ്യ ജീവിതത്തിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. റിയാലിറ്റി ഈസ് എ ബണ്ടിൽ ഓഫ് കോൺട്രഡിക്ഷൻസ്. ഈ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ അവസ്ഥകളെ തുറന്ന മനസ്സോടെ, മുൻവിധികളില്ലാതെ പരിഗണിക്കുകയും അവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത്ഭുതകരമായ പല സാധ്യതകളും പല ആശയങ്ങളും നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത് എന്ന് അതീവ സന്തോഷത്തോടെ, അല്ല നിർവൃതിയിൽ കൂടെ ഞാൻ എവരുമായി അറിയിച്ചുകൊള്ളട്ടെ. ആ ഒരു പരക്കെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന യാഥാർത്ഥ്യത്തെ ഒന്ന് പരിചയപ്പെടുന്നത് പ്രത്യേകിച്ച് ആത്മീയമായ ജീവിതത്തിൽ, ആത്മീയമായ കാഴ്ചപ്പാടിൽ നന്നേ ഗുണം ചെയ്യും എന്നതുകൊണ്ട് മാത്രവുമല്ല, ഇങ്ങനെയുള്ള ചിന്തകളും അന്വേഷണങ്ങളും സഭാപരമായ ജീവിതത്തിലും അനുഭവങ്ങളിലും തികച്ചും വിരളമാണ് എന്ന അവസ്ഥ കൂടെ പരിഗണിച്ച് യേശുവിൻ്റെ ഒരേ ഒരു പ്രസ്താവന, അതിൻ്റെ രണ്ടംശങ്ങൾ ഈ വെളിച്ചത്തിലൊരു പരിഗണിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആ പ്രസ്താവന എന്താണ്? അല്ലെങ്കിൽ ഈ ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ രണ്ട് അംശങ്ങളായിരിക്കുന്ന പരസ്പര വിരുദ്ധമെന്ന് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ശക്തമായി അനുഭവപ്പെടാവുന്ന ആ രണ്ട് പ്രസ്താവനകൾ എന്താണ്? ആദ്യമായി യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അതേ യേശു ആരോടാണോ താൻ അപ്രകാരം പറഞ്ഞത്? തൻ്റെ ശിഷ്യന്മാരോട്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാമെന്ന് യേശു പറഞ്ഞത് തൻ്റെ ശിഷ്യന്മാരോടാണ്. ശിഷ്യന്മാരോടായി പറഞ്ഞത് മനുഷ്യജാതിയോട് മുഴുവനും പറഞ്ഞതാണ്. അതേ യേശു അതേ ശിഷ്യന്മാരോട്, അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ പ്രസ്താവനകൾ, രണ്ട് പരസ്പര ബന്ധമില്ലാത്ത തട്ടത്തിൽ വെച്ച് സൗകര്യാർത്ഥം ഒന്ന് പരിഗണിച്ച് മറ്റതിനെ അവഗണിച്ച് മുൻപോട്ട് പോകുന്ന സമീപനം തികച്ചും തെറ്റാണ്, അനാത്മീയമാണ് എന്നത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളെ തികച്ചും പരസ്പര വൈരുദ്ധ്യമെന്ന് ഒരു വിധത്തിലും പൊരുത്തപ്പെടുവാൻ സാധ്യമല്ല എന്ന് തോന്നിയേക്കാവുന്ന ഈ രണ്ട് പ്രസ്താവനകൾ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കാവുന്ന, നമുക്ക് പ്രാപിക്കാവുന്ന ആത്മീയമായ തിരിച്ചറിവ് എന്താണ്? ഇത് ഗ്രഹിപ്പാൻ
സത്യത്തെ അന്വേഷിക്കുന്ന ഏവർക്കും തീർച്ചയായും നല്ല താല്പര്യമുണ്ടാകും എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. യേശു ആദ്യമായി സൂചിപ്പിക്കുന്നത് താനും ശിഷ്യന്മാരുമായുള്ള ബന്ധത്തിൽ വളരെ വളരെ അടുപ്പം, ഒരു വിധത്തിലും മാറ്റി നിർത്താൻ കഴിയാത്ത വിധത്തിൽ പാരസ്പര്യതയുടെ പാരമ്യത്തിൽ, ദി ആക്മേ ഓഫ് റെസിപ്രോസിറ്റി, പാരസ്പര്യതയുടെ പാരമ്യത്തിൽ വിഭാവന ചെയ്യപ്പെട്ട ഒരു ബന്ധമാണ്. നിങ്ങൾ എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കും. ഇപ്പോൾ നാം യേശുവിൽ വസിച്ചു, യേശു നമ്മിൽ വസിച്ചില്ല എങ്കിൽ നാം ഇത്തലുകളെ പോലെ പാരസൈറ്റുകളായിത്തീരും. എന്നാൽ യേശു നമ്മളിൽ വസിച്ചു, നാം യേശുവിൽ വസിക്കുന്നില്ല എങ്കിൽ നാം യേശുവിനെ കൊണ്ട് മുതലെടുക്കും. അവൻ്റെ വ്യക്തിത്വത്തെ മാനിക്കുന്നതിനോ അവൻ്റെ ആത്മീയമായ ലക്ഷ്യങ്ങളെ ആദരിക്കുന്നതിനോ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ലാത്ത അവസ്ഥയിൽ നാം ആയിത്തീരും. ഇത് രണ്ടും അപകടമാണ്. ഇത് രണ്ടും നാം അതിജീവിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഒരു പാരസ്പര്യത്തിൻ്റെ ബന്ധമാണ് യേശു വിഭാവന ചെയ്തത്. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും, അത്രയും വ്യക്തമാണ്. നീ എന്തുകൊണ്ടാണ് അതേ ശിഷ്യന്മാരോട് പറയുന്നത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്? ഈ ഒരു ബന്ധത്തെ, അതായത് പാരസ്പര്യതയുടെ ഈ ബന്ധത്തെ മനുഷ്യ സ്വഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വൈകല്യം കൊണ്ട് നന്നേ തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഇടയുണ്ട്. ആ തെറ്റിദ്ധാരണ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്? നമുക്കറിയാം, ഒരു തെറ്റിദ്ധാരണ കൊണ്ടും മനുഷ്യർക്ക് പ്രയോജനമില്ല എങ്കിലും എന്തുകൊണ്ടോ മതമേഖലയിൽ തെറ്റിദ്ധാരണകളാണ് ധാരണകളെക്കാൾ മുറ്റി നിൽക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതും തിരിച്ചറിയുവാൻ നമ്മുടെ ഈ ധ്യാനം അല്ലെങ്കിൽ ഈ അന്വേഷണം സഹായിക്കും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, കരുതുന്നത്. അപ്പോൾ യേശു നമ്മിൽ വസിക്കുകയും നാം യേശുവിൽ വസിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഈ രണ്ടാമത്തെ ഉത്ബോധനം എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. ആ ഒരു വെളിപ്പെടുത്തലിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത്, യേശു പോകാതിരുന്നാൽ, യേശു ശരീരത്തിലും രക്തത്തിലും മജ്ജയിലും മാംസത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാൽ, ഒരു വ്യക്തി എന്ന നിലയിലായിരുന്നാൽ, ഈ ബന്ധത്തിനൊരു കോട്ടം സംഭവിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, നാം യേശുവിലാണ്, യേശു നമ്മളിലാണെന്നൊക്കെ താത്വികമായി പറഞ്ഞാലും അവൻ ഗുരുവാണ്, അവൻ സർവ്വലോക വല്ലഭനാണ്, അവനെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല, അതുകൊണ്ടെല്ലാം അവൻ ചെയ്തോട്ടെ എന്ന ഒരു നിലപാട് നാം എടുക്കും. ആ നിലപാടാണ് ഇപ്പോഴും നാം എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ആത്മീയതയിൽ തികച്ചും അനാശാസ്യമായ ഒരു നിലപാടാണ്, സമീപനമാണ്, മനോഭാവമാണ്. അപ്രകാരമുള്ള ഒരു അധപ്പതിച്ച അവസ്ഥ ഇതിൽ നുഴഞ്ഞു കയറാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. എന്നാൽ ഞാൻ പോയാലും നിങ്ങളുടെ കൂടെ വസിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കും. അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. യേശു പറയുന്നത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്, പക്ഷെ ഞാൻ പോയാലും നിങ്ങളുടെ കൊണ്ട് കൂടെ ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം അങ്ങനെയാണ് അവസാനിക്കുന്നത്. കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അത് ശാരീരികമായ ഒരു അസ്തിത്വത്തെയോ സാമീപ്യത്തെയോ അല്ല, ഫിസിക്കൽ പ്രോക്സിമിറ്റി, ഫിസിക്കൽ പ്രസൻസ് അല്ല യേശു ഉദ്ദേശിക്കുന്നത് എന്നത് ആ സാഹചര്യത്തിൽ തന്നെ, ആ കോണ്ടെക്സ്റ്റിൽ തന്നെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നാം എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? യേശു പോകുന്നത് നല്ലതാണ്, അതേസമയം തന്നെ ലോകാവസാനത്തോളവും എല്ലാ നാളും നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ, യേശു വിശ്വാസജനത്തോട് കൂടെ വസിക്കുന്നത് ജഡരക്തങ്ങളിലല്ല, പിന്നെയോ അവൻ്റെ വ്യക്തിത്വത്തിലാണ്. യേശു പോയാൽ മാത്രമേ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യേശു പോകാതെ എപ്പോഴും നമ്മുടെ കൂടെ ഇരുന്നാൽ യഥാർത്ഥത്തിൽ യേശു
യേശു എന്ന വ്യക്തിത്വം എന്താണെന്നും അതിൻ്റെ നാനാമുഖമായ മാഹാത്മ്യം എന്താണെന്നും അതുകൊണ്ട് മനുഷ്യ അവസ്ഥയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ, രൂപാന്തരങ്ങൾ എപ്രകാരമാണ് എന്നും അതിൻ്റെ പൂർണ്ണത അന്വേഷിക്കുവാൻ മനുഷ്യർക്കിടയാകുകയില്ല. നാം എല്ലാം യേശുവിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളിൽ ഓരോ അവസ്ഥകളിൽ പൊന്തി വരുന്ന സാഹചര്യങ്ങളെ യേശു കൈകാര്യം ചെയ്യും. ഞാനൊരു ദൃക്സാക്ഷിയായി മാത്രം നിന്നാൽ മതി. എനിക്ക് പ്രത്യേകിച്ച് ചുമതലയൊന്നുമില്ല, കാരണം എല്ലാം നിർവഹിക്കാൻ അവൻ പര്യാപ്തനാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിത്വത്തിന് യാതൊരു വളർച്ചയും ഉണ്ടാകുകയില്ല. നാം എല്ലാം ദൈവത്തെങ്കിലേക്ക് വളരെ സസന്തോഷം ഭരമേൽപ്പിക്കുകയും പിന്നെ നിർലോഭമായി സകല മാനവും മഹത്വവും ദൈവത്തിന് കൊടുക്കുകയും ചെയ്യും. കാരണം ദൈവത്തിന് മാനവും മഹത്വം കൊടുക്കുന്നത് നമുക്ക് യാതൊരു നഷ്ടവുമില്ല. തന്നെയുമല്ല, അതൊരു ലാഭക്കച്ചവടമാണ്. ദൈവത്തിന് സകല മാനവും മഹത്വവും കൊടുത്തിട്ട് ഈ ഭൂമിയിലെ എല്ലാ സമ്പത്തും എനിക്ക് തന്നെ വേണം, അത് നീ തിട്ടപ്പെടുത്തണം, ഞാൻ മാനവും മഹത്വവും അങ്ങോട്ട് തരാം. ഇത് നല്ല സന്തോഷം നൽകുന്ന ഒരു കച്ചവടം തന്നെയാണ്. ഇത് സ്വീകരിപ്പാൻ മനുഷ്യ സ്വഭാവത്തിലുള്ള സന്തോഷമാണ്. പക്ഷേ അതല്ല ആത്മീയ ജീവിതത്തിൽ വിവക്ഷിച്ചിരിക്കുന്നത് എന്ന് ജനം എക്കാലത്തും സ്പഷ്ടമായി മനസ്സിലാക്കണമെന്നത് യേശുവിൻ്റെ ഒരു കരുതലായിരുന്നു. അതുകൊണ്ടാണ് പരസ്പര വൈരുദ്ധ്യമുള്ളത് എന്ന് തോന്നുന്ന ഈ പഠിപ്പീരുകൾ നൽകുന്നത്. അതുകൊണ്ട് അർത്ഥത്തെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി ഗ്രഹിക്കാം. നമുക്ക് രണ്ട് വിധത്തിൽ യേശുവിനെ അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഒന്ന്, യേശു എന്ന വ്യക്തി. അവൻ 33 വർഷം ഈ ഭൂമിയിൽ വസിക്കുകയും അവസാനത്തെ 3 വർഷങ്ങളിൽ 12 ശിഷ്യന്മാരുമായി രക്ഷണ ശുശ്രൂഷയിൽ ഏർപ്പെടുകയും ചെയ്ത് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് അവൻ സ്വർഗാരൂഢനായി എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ശാരീരികമായ അസ്തിത്വം ആ സംഭവത്തിന് ശേഷം, യേശുവിൻ്റെ ക്രൂശീകരണത്തിനും ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം ഇല്ല എന്നത് വ്യക്തമാണ്. അതേസമയം തന്നെ അതേ യേശു പറയുന്നു, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശു എന്ന ശരീരമല്ല, യേശു എന്ന വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിനൊരു കാലത്തും മരണമുണ്ടാകുകയില്ല. ക്രൂശിൽ മരിച്ചത് യേശുവിൻ്റെ ശരീരമാണ്, യേശുവിൻ്റെ വ്യക്തിത്വമല്ല. മരിക്കാത്ത ഒരു വ്യക്തിത്വം യേശുവിന് ഉണ്ടായത് കൊണ്ടാണ് കല്ലറ പിളർന്നു പോയത്. അതുകൊണ്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. ആ വ്യക്തിത്വത്തെ കീഴടക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിയുകയില്ല. കാലത്തിന് അതിനെ ഒതുക്കുവാനുള്ള ശക്തിയില്ല. അത് നിത്യതയുടെ വെളിച്ചമാകുകയാണ്. ഒരു കാലത്ത് അസ്തമിക്കാത്ത മനുഷ്യജാതിയുടെ പ്രത്യാശയായി എക്കാലത്ത് നിലകൊള്ളും. അതുകൊണ്ട് തന്നെ ഞാൻ എക്കാലത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, ഭൂമിയുടെ അറുതി വരെയും ഭൂമിയുടെ അവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നത് വളരെ വിശ്വസനീയമായ ആശ്വാസം പ്രദാനം ചെയ്യുന്ന ഒരു സാധ്യതയാണ്. അപ്പോൾ ഇത് തമ്മിൽ യാതൊരു പൊരുത്തക്കേടുമില്ല എന്നത് അറിയണമെങ്കിൽ അതല്പം അന്വേഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ സാധാരണ ചിന്തയിൽ യേശു അവൻ്റെ ശരീര രക്തങ്ങളിൽ നമ്മോട് കൂടെ ആയിരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുവാൻ എല്ലാ ന്യായവുമുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നാം എല്ലാം യേശുവിലേക്ക് ഭരമേൽപ്പിക്കുകയും നമുക്ക് പ്രത്യേകിച്ച് ചുമതലയൊന്നുമില്ല, അവൻ്റെ കൂടെ നടന്ന് അല്ലെങ്കിൽ കൂടെ ഇരുന്ന് എന്തെങ്കിലും ആനുകൂല്യം പറ്റിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരാൾ നമ്മുടെ വെളിപ്പാടിന് അല്ലെങ്കിൽ സമീപത്ത് എവിടെ ഉണ്ട് എന്ന് നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതല്ല ആത്മീയ ജീവിതം കൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നതെന്ന് എക്കാലത്തും ജനം തിരിച്ചറിയണം എന്നാണ് യേശുവിൻ്റെ പക്ഷം. അതെന്താണ്? ഞാൻ നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുന്നു എന്ന ഈ ആത്മീയമായ മർമ്മം യഥാർത്ഥത്തിൽ അർത്ഥവത്താകുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ്? അതിനൊരു മാർഗമേ ഉള്ളൂ. യേശുവിൻ്റെ വ്യക്തിത്വം വിശ്വാസികൾ ഉൾക്കൊണ്ടിട്ട് അവർ എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏത് അവസ്ഥകളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അർത്ഥവും വെളിച്ചവും അച്ചടക്കവും ഉൾക്കൊണ്ട് അവൻ ആ സാഹചര്യത്തിലായിരുന്നുവെങ്കിൽ എപ്രകാരം പ്രതികരിക്കുമായിരുന്നു എന്നതിനനുസരിച്ച് വിശ്വാസികൾ അവരുടെ പ്രതികരണങ്ങളെ രൂപീകരിക്കുമെങ്കിൽ, ഇടപെടലുകൾ നടത്തുമെങ്കിൽ, സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുമെങ്കിൽ ഈ വെളിപ്പെടുത്തൽ അതിൻ്റെ
യഥാർത്ഥ അനുഭവ അർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. അപ്പോൾ മാത്രമേ യേശു നമ്മളിലും നാം അവനിലും ആയിത്തീരുകയുള്ളൂ. അതേ അർത്ഥം കുറച്ചുകൂടെ വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. അതെന്തുകൊണ്ടാണ്? നാം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവനെ പോലെ പ്രതികരിക്കുവാൻ കെൽപ്പുള്ളവരാണോ, അപ്രകാരമുള്ള ആത്മീയമായ പക്വത നാം പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എപ്പോഴാണ് തെളിഞ്ഞു വരുന്നത്? എപ്പോഴാണ് വെളിപ്പെട്ടു വരുന്നത്? അവൻ ശാരീരികമായി നമ്മോട് കൂടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നാം ഓരോരോ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന വിധത്തിൽ കൂടെ മാത്രമേ നാം യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിന് ഉത്തരമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. അതുകൊണ്ട് പരസ്പര വിരുദ്ധമെന്ന് തോന്നാവുന്ന ഈ രണ്ട് പ്രസ്താവനകളുടെ യഥാർത്ഥത്തിലുള്ള ആത്മീകമായ പൊരുത്തം അല്പമൊന്ന് പരിചയപ്പെടുവാൻ, ഒരു ചെറിയ തോതിലെങ്കിലും മനസ്സിലാക്കുവാൻ ഇടയായി എന്ന പ്രതീക്ഷയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സഹകരിക്കുന്ന ഏവരോടുമുള്ള